സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര പേരൊക്കെ എൻ്റെ അമേരിക്കൻ ദാരിദ്ര്യം കേൾക്കുന്നു. പക്ഷെ കേട്ടു നീ. ഇപ്പം ഇല്ലേ ആൾക്കാർ എന്നെ വിളിക്കുന്നത് എവിടെ ദാരിദ്ര്യം ലേഡി ഇവിടെ അങ്ങനെയൊക്കെയാ. പക്ഷെ ഞാനൊന്ന് പറയാം, സത്യത്തിൻ്റെ മുഖം എന്നും വികൃതാണ് ഉണ്ണി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും സത്യമായിട്ടാണ് ഞാൻ പറയണേ. ഒന്നല്ലേ വേറെ തരത്തിൽ അമേരിക്കയിൽ ദാരിദ്ര്യം ഉണ്ട്, ഇതൊക്കെ സത്യമാ. അപ്പോൾ ഹലോ, ഇന്ന് എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് മലയാളികളുടെ. അപ്പോൾ അതിന് വേണ്ട ഒരുക്കാൻ നിങ്ങൾ ഈ കാണണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വിശേഷം പറയാം. കുറച്ച് ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് അങ്ങനെ ഗ്രൂം ചെയ്ത് നടക്കണ ഒരു പേഴ്സണാലിറ്റി അല്ല എൻ്റെ. നാട്ടിൽ വെച്ചും അല്ല, ഇവിടെ വെച്ച് തീരെയല്ല. പക്ഷേ എൻ്റെ ഈ കാക്കത്തൂരി പോലത്തെ ഐബ്രോസ് കാണുമ്പോൾ എൻ്റെ നാട്ടിലെ വന്ദനയിലെ സുനിതേച്ചീനെ ഞാൻ ആലോചിക്കും. 30 രൂപയ്ക്ക് സംഭവം തീർത്തു തരുമായിരുന്നു. ഇവിടെ അത് 1300 രൂപയാണ്, നമ്മുടെ $13 വിത്ത് ടിപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാത്തതെന്ന്. അല്ല, എൻ്റെ ലൈഫിലുണ്ടല്ലോ ഒഴിവാക്കിയ 99% എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കും. ഇവിടെ ഉണ്ടല്ലോ അതിന് പറ്റിയ സ്ഥല. നോബഡി കെയർസ്. അവർക്ക് എന്താ നമ്മളെങ്ങനെ നടന്നാലും. പക്ഷേ മലയാളികളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ മെനയ്ക്ക് പോകണം, അല്ല അവർ വിചാരിക്കും നമ്മൾ ദരിദ്രവാസികളാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് നല്ല മെനയ്ക്ക് നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന ഡ്രസ്സായിരുന്നു. എൻ്റെ ടൈലറായിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഇതുപോലെ മേത്തിട്ട് തയ്ച്ച് പോയാണ്ടല്ലോ അമേരിക്കയിൽ ഇതുപോലെ ലൂസാക്കി തരാനൊന്നും ആരുമില്ല, വണ്ണം വെക്കും. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളതല്ലേ ചേട്ടന് ബുദ്ധിയുണ്ട്. അതും കേട്ട് വന്ന ഞാനുണ്ടല്ലോ ഇവിടെ എത്തിയിട്ട് 10 കിലോ കുറഞ്ഞു. ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ 2 പേരെ കയറ്റാൻ എനിക്കിപ്പോൾ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ബർഗറും സാൻഡ്വിച്ചും ഫാസ്റ്റ് ഫുഡൊന്നും ഇഷ്ടമല്ല. എനിക്ക് വേണ്ടത് എൻ്റെ അമ്മാമ്മയുടെ അച്ചാർ, അമ്മയുടെ ചോറ്, സാമ്പാർ, കുഞ്ഞിരുമൊരു മാമ്പഴ പുളിശ്ശേരി, നെല്ലിരുമൊരു മുട്ട വറുത്തത്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മലയാളികളുടെ പരിപാടിക്കല്ലേ പോകണം, എന്തെങ്കിലും തടയുന്നു. എവിടെ നിന്ന്? എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അമേരിക്കൻ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് ചിക്കൻ ബിരിയാണി. എവിടെ നോക്കിയാലും ചിക്കൻ ബിരിയാണി, പള്ളിയിൽ പോയാൽ ചിക്കൻ ബിരിയാണി, പാർട്ടിക്ക് പോയാൽ ചിക്കൻ ബിരിയാണി. എനിക്കാണ് ഈ സംഭവം ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്താ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യണേ. എനിക്കറിയാം ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ കുട്ടി എന്തിനാ ഇവിടെ നിൽക്കണം, ഇതിന് പൊക്കൂടെ? നിങ്ങൾ ചോദിക്കുന്നേ, ഞാൻ പറയാം.